രുചികാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ റംഗ് color your life. Hello, good evening and welcome to Radio Rang presenting Essentia International Educational Solutions Chocolate supported by Ahmad Baid Electricals. അപ്പോൾ ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ പറയാം. രണ്ട് ക്യൂട്ട് ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ്സ് ആണ് ഇന്ന് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഗായത്രി ബിജു ആൻഡ് ഗൗരി ബിജു. ഹലോ, വെൽക്കം ടു ചോക്ലേറ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നല്ല സുന്ദരി കുട്ടികളായിട്ട് രണ്ടുപേരും ഇവിടെ റെഡി ആയിരിക്കുകയാണ് പാട്ടൊക്കെ പാടാൻ, അല്ലേ? അപ്പൊ ഫസ്റ്റ് സോങ് ഏതാണ്? നമ്മൾ ആദ്യം തന്നെ ഇപ്പം ഇത് കഴിഞ്ഞല്ലോ, ഈസ്റ്റർ കഴിഞ്ഞല്ലോ. അപ്പൊ ഈസ്റ്ററിന്റെയും പിന്നെ വിഷു വരാൻ പോവാണ്, റംദാന്റെ എല്ലാം കൂടി നമ്മളൊരു ഈസ്റ്റർ, റംദാൻ, വിഷു ആശംസകൾ നേരുന്നു. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട്. ഓക്കെ. കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ, ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഫാ മർവാ മലയുടെ ചൂട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽപ്പൂ, കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു, കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു, കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, ആനന്ദം പരവേശം, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ
ആടൂലേ ഒന്നൂടെ ആടൂലേ തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ഗ്രേറ്റ് സ്റ്റാർട്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ആരാണ് ഇങ്ങനെ സുന്ദരി കുട്ടിയെ വിളിക്കുന്നത്? അമ്മ. ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ, ഇതൊക്കെ വാങ്ങിച്ചു തന്നതും അമ്മ അച്ഛൻ? അത് ചിലതൊക്കെ നാട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6th ഇപ്പം. 6th സ്കൂൾ? 6th സ്റ്റാൻഡേർഡില് സ്കൂളിൽ ഇന്ത്യൻ സ്കൂൾ. ഓക്കെ ചേച്ചി. ഞാൻ 12th പഠിക്കുന്നത്, ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൗരി പറയൂ, സ്കൂൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സ്കൂളിൽ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആവും അങ്ങനെ. ശരി, ഇപ്പൊ ന്യൂ അക്കാഡമിക് ഇയർ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പുതിയ ടീച്ചേഴ്സിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇംപ്രഷൻ ഒന്നുമില്ല, ടീച്ചർ ചോദിച്ചു അങ്ങനെ എംബിഷൻ എന്താണ്, പിന്നെ പേരെന്താണ്, അങ്ങനെ പരിചയപ്പെട്ടു. ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായോ? ഓർമ്മയുണ്ടോ ടീച്ചേഴ്സിനെല്ലാം? ഇപ്പൊ പുതിയ ക്ലാസ് ടീച്ചർ ആരാ? സുശീല. ഓക്കെ, ബാക്കി സബ്ജക്ട് ടീച്ചേഴ്സിനൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല. ടീച്ചറെ കാണുന്നുണ്ട്. ഓക്കെ, ചേച്ചി ഇപ്പൊ ഏത് സ്ട്രീം എടുത്തിരിക്കുന്നത്? ഞാൻ ED ആണ് എടുത്തത്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലാസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾക്ക് 22nd സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ? നല്ല ക്ലാസ്, നമ്മള് ലാസ്റ്റ് ഇയർ ടീച്ചേഴ്സും ഉണ്ട് ഇപ്പം. ഓക്കെ, അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ല. ഫ്രണ്ട്സിനെ കാണാൻ സങ്കടമില്ലേ? ചില ഫ്രണ്ട്സിലേക്ക് മറക്കുന്നുണ്ടെന്നോ? ചില ഫ്രണ്ട്സിനെ മറക്കുന്നുണ്ടെന്നോ? അല്ല, പണ്ടത്തെ മിസ് ചെയ്യുന്നുണ്ടെന്നോ? മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേർഡ്സ് മാറിപ്പോന്ന പ്രശ്നമുണ്ടല്ലേ? ഓക്കെ, ഇനി പാട്ട് എത്ര വർഷം പഠിക്കുന്നു? പാട്ട് ഒരു 2.5 വർഷം. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടായത്. എന്ത് പറ്റി? നമ്മൾ നാട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ കുറെ ബ്രേക്ക് ആയി. പിന്നെ എക്സാം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു 10th ഒക്കെ, അതിന്റെ ഇടയിലൊക്കെ ബ്രേക്ക് ആയി. ഓക്കെ, ആരുടെ അടുത്താണ് പഠിക്കുന്നത് പാട്ട്? ദിവ്യ ടീച്ചർ, മ്യൂസിക് ദിവ്യ ടീച്ചർ. രണ്ടുപേരും ഒരുമിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കേണ്ട ചോദ്യം, ദിവ്യ ടീച്ചർ എങ്ങനെയാ ക്ലാസ്സിൽ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് ഒന്നല്ല, പാവൻ ടീച്ചർ. നന്നായിട്ട് പഠിപ്പിക്കും. ഓക്കെ, ആൻഡ് ഇപ്പോ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഓൺലൈനിലാണല്ലേ? അപ്പൊ അതെങ്ങനെയുണ്ട്? അത് നന്നായിട്ട് പോകുന്നു. ടീച്ചർ ഓരോരോ ഇത് പഠിപ്പിക്കും അങ്ങനെ. ഓക്കെ, ഇപ്പൊ ടീച്ചർ കാണുന്നുണ്ടാവും, ടീച്ചറിനെ പറ്റി കാണുന്നുണ്ടെന്ന് സത്യം തന്നെ പറഞ്ഞു. ടീച്ചർ ഭയങ്കര പാവം, സത്യം തന്നെയാണ്. ടീച്ചറിനെ സോപ്പിട്ടോണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇപ്പോഴത്തെ ഇന്നിപ്പോ വീക്കെൻഡ് ആണല്ലോ, വീക്കെൻഡ് പ്ലാൻസ് എന്തൊക്കെയാണ്? നാളെ ഫ്രൈഡേ, സാറ്റർഡേ എന്തൊക്കെയാണ് ഇപ്പം? ഒന്നുമില്ല, ലേറ്റ് ആയിട്ട് എണീക്കും, ഒരു 12 മണി അങ്ങനെ. ഗുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടല്ലോ നമ്മുടെ വീക്കെൻഡ് ആകുമ്പോൾ, അത് ചെയ്യും. ഓക്കെ, ഗൗരിക്ക് ഹോംവർക്ക് ഉണ്ടാവോ? ഇല്ല, തുടങ്ങിയ പാടെ ഹോംവർക്ക് ഒന്നുമില്ല. അപ്പൊ എന്തൊക്കെയാണ് പണി വീക്കെൻഡില്? ഇല്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ സിനിമ ഒക്കെ കാണും. അവസാനം കണ്ട സിനിമ ഏതാണ്? ഇന്ന് മുതൽ എന്ന് പറഞ്ഞു. ഇന്ന് മുതൽ. ഓക്കെ, എപ്പോ ഇറങ്ങിയ സിനിമ? സിജു വിൽസന്റെ ഒരു സിനിമ, കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട്. ഓക്കെ, ഞാനൊന്നും കേട്ടിട്ടില്ല, സോറി. ഓക്കെ, സോ ഇപ്പൊ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞു ഞാൻ കുറെ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പൊ എല്ലാവരും വരുന്നതായിരിക്കും. ഞാൻ കുറെ പേര് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാല് ശ്രീജിത്ത് അങ്കിൾ എത്തിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് അങ്കിള് വിനോജ് ഷിൻസി ഹായ് മക്കൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് അങ്കിൾ ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് അങ്കിൾ ഒരു വലിയ സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. രാജേഷ് അങ്കിൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞു. അങ്കിളാണ് ആദ്യത്തെ റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷെ ആ റിക്വസ്റ്റിലേക്ക് കടക്കും മുമ്പ് ഷഫാഖ് ഷൌക്കത്ത് എക്സലന്റ് സ്റ്റാർട്ടിംഗ് മക്കൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജിഷ ശ്രീജേഷ് അടിപൊളി ഗൗരി ആൻഡ് ഗായത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മിത ആന്റി എത്തിയിട്ടുണ്ട്, ഹായ് ആന്റി എക്സലന്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പിന്നെ വേറെ റിക്വസ്റ്റ് അൻസി ബാബു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലിജോ കെ അലക്സ് ഹായ് എന്ന് അറിയിച്ചിട്ടുണ്ട്, ഹായ്. ശ്രീജിഷ എം കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. മോഹനൻ പുതുശ്ശേരി അടിപൊളി മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റീജ ദിലീപ് ഹായ് പറഞ്ഞിട്ടുണ്ട്. അന്നത്ത് സംഗീത് ഹായ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് എത്തിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ആദ്യത്തെ റിക്വസ്റ്റിലേക്ക് കടന്നാലോ? അതെ അതെ. ആദ്യത്തെ നമ്മുടെ ഡിയർ രാജേഷ് അങ്കിളാണ് തന്നിരിക്കുന്നത്. ഒരു നാടൻ പാട്ട് പാടാമോ? ഓക്കെ പാടാം. ഞാൻ പാടപ്പോ. ഓക്കെ. കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി നട്ടഞ്ഞാറിൽ പൊട്ടി വന്നു അഞ്ചാറിലയും പുത്തനൊരു കൊച്ചു നിൽക്കതിരും താനാ തക്കിട താന തന്നാനാ താനാ തക്കിട താന തന്നാനാ തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന. തെക്കനം കായലിൽ പാട്ടുണ്ടേ കേൾക്കുന്നേ തെച്ചിപ്പൂങ്കാട്ടിലെ കാറ്റുണ്ടേ വീശുന്നേ തെക്കനം കായലിൽ പാട്ടുണ്ടേ കേൾക്കുന്നേ തെച്ചിപ്പൂങ്കാട്ടിലെ കാറ്റുണ്ടേ വീശുന്നേ 10 പറം കണ്ടം പൊന്നണിഞ്ഞു കണ്ട ചക്രം ചവിട്ടിയ ചക്കിക്ക് ചങ്കില് ചക്കര മാമ്പഴ ചാരാണേ തെയ്യക്കം തെയ്യക്കം ദാരത്തെ ദാരാ താരാ തെയ്യക്കം തെയ്യക്കം ദാരത്തെ ദാരാ തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന തക്കിട താന തന്നാന കൃതി തകൃതി താന തന്നാന. നെക്സ്റ്റ്. ഓക്കെ, രാജേഷ് അങ്കിൾ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹോംവർക്ക് ഒക്കെ നാളെ ചെയ്യാം, പാട്ടുകൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് കടക്കും മുമ്പ്, വീട്ടിൽ നിങ്ങൾ ഗുഡ് ടേംസിലാണോ? എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് അടികൂടോ ചേച്ചി? ചിലപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചേച്ചി അടികൂടാ? സത്യം പറഞ്ഞ ചേച്ചി ഒന്നും ചെയ്യില്ല, ചേച്ചിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. പറഞ്ഞോ. ഇല്ല, ഓരോരോ കാര്യങ്ങള്. എന്തൊക്കെ കാര്യത്തിനാണ് അടികൂടാറ്? അതായത് വെറുതെ ഇങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെരി ഓക്കെ. അല്ലാതെ പിന്നെ ചേച്ചിനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ? അങ്ങനെ ചേച്ചിനെ നോക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞു. ഇഷ്ടമുള്ള കാര്യം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇഷ്ടമുള്ളത്? നന്നായിട്ട് പാട്ട് പാടും. ഓക്കെ. പിന്നെ വേറെന്താ? പാട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ? പിന്നെ വേറൊന്നുമില്ല. ഓക്കെ, എന്നാ ചേച്ചി പറയൂ. ഗൗരി എങ്ങനെയാണ്? ഗൗരി കെയറിംഗ് ആണ്. അവള് ഭയങ്കര ഹെൽപ്പൊക്കെ ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരു മടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഭയങ്കര വർക്കറാണല്ലേ? അതെ അതെ, മടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ വീട്ടിൽ പണിയെടുക്കുന്നൊക്കെ ഗൗരിയാണോ? അങ്ങനെയല്ല, ചില മടിയുള്ളത് കൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഗുഡ് ഗേൾ. നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടന്നാലോ? അതെ. നെക്സ്റ്റ് അൻസി ബാബു ആണ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ മൈ ഫാമിലി, വേർ ആർ യു നൗ ഓഫ് അലൻ വാക്കർ. ഗൗരി പാടാം. റെഡി ആയി. You were the shadow to my light. Did you feel us? Another star, you fade away. Afraid our aim is out of sight. Wanna see us alive? Where are you now? Where are you now? Where are you now? Was it all my fantasy? Where are you now? Very only imaginary. Where are you now? Atlantis, under the sea, under the sea. Where are you now? Another dream. The monster's running wild inside of me. I'm faded. I'm faded. So lost. I'm faded. I'm faded. So lost. I'm faded. Wow, really nice. So you are watching Radio Rang presenting Essentia International Educational Solutions, chocolate supported by Ahmed Baid Electricals. So once again, this program is sponsored by Essentia International Educational Solutions. Okay, അപ്പൊ ഏത് ലാംഗ്വേജിലത്തെ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം? മലയാളം. മലയാളമാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് മലയാളത്തിനോട് ഇത്ര ഇഷ്ടം?
കുറച്ച് നമുക്ക് ഈസി ആണല്ലോ പഠിക്കാൻ, അതുകൊണ്ട്. അല്ല, പാട്ടിന്റെ കാര്യത്തിൽ കുറെ ചോക്ലേറ്റ്സ് വേറെ വേറെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരുന്നു. മലയാളത്തിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ മലയാളം സോങ്സിനോട് കുറച്ചും കൂടി ഇഷ്ടം? അത് പണ്ട് മുതലേ കേൾക്കുന്നോണ്ടായിരിക്കും. ഇപ്പൊ അടുത്തല്ലേ പിന്നെ നമ്മൾ വേറെ ലാംഗ്വേജിലേക്ക് പോകാൻ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ചെറുപ്പത്തില് റേഡിയോയിലൊക്കെ കേൾക്കുമല്ലോ. കൂടുതൽ ഇപ്പൊ കയ്യിലുള്ളത് അല്ലേ? അതെ അതെ. അപ്പൊ വേറെ ലാംഗ്വേജ് തെലുഗു ഒക്കെ ചോദിച്ചു, ഞാൻ എന്തായാലും പാടിപ്പിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ്, ഓഫ് കോഴ്സ്. ഇംഗ്ലീഷ്. മലയാളം ആയിട്ടില്ല. മലയാളമാണ് എടുത്തത്, എന്നിട്ട് ഇംഗ്ലീഷിനാണ് ഇഷ്ടം. ഓക്കെ. മലയാളം ഇപ്പൊ വായിക്കാനോ എഴുതാനോ ഒക്കെ അറിയാമോ? എഴുതാനും വായിക്കാൻ അറിയില്ല. എഴുതാന് അവൾക്ക് അത്ര അറിയാം, പക്ഷെ വായിക്കാനൊക്കെ അറിയാം. അവള് നല്ലോണം വായിക്കും. ഓക്കെ, ഫൈൻ. സോ ചേച്ചി? എനിക്ക് ഇംഗ്ലീഷ് തന്നെയാണ് ഇഷ്ടം. ഇതെന്താ ഇംഗ്ലീഷ്? ഹിന്ദിയും ഇഷ്ടം. ഹിന്ദി ഇപ്പൊ ഇല്ല, പക്ഷെ ഹിന്ദി ഇഷ്ടാണോ? അതെ അതെ, ഹിന്ദി എനിക്ക് നല്ലോണം ഈസി ആയിരുന്നു. ഹിന്ദി ഇഷ്ടാണോ? ഹിന്ദി കുറച്ച് ഇഷ്ടം. നിങ്ങളെല്ലാം എന്ത് ഫാമിലി! സത്യമായിട്ടും എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടുകൂടാ. ഇപ്പൊ ഹിന്ദിയോ? ഓക്കെ, ഗ്രാമറിൽ എന്തൊക്കെയാ റൂൾസ് ഉള്ളത്? അതൊന്നും ഇപ്പൊ ചോദിക്കരുത്. അങ്ങനല്ല, അങ്ങനത്തെ റൂൾസ് ഇല്ല. മീൻസ് ഭയങ്കര ഡിഫറെന്റാ. ഇപ്പൊ സ്ത്രീലിംഗ് ആയിരിക്കണം, പിന്നെ കുറെ റൂൾസ് ഉണ്ടല്ലോ. കർമ്മത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം, വാട്ട് ഓൾ തിങ്സ്, അങ്ങനെ കുറെ. ഈസി ആയിരുന്നു അന്നേരം. എനിക്കിപ്പോ അത്ര ഇഷ്ടമായി വരുന്നില്ല ഹിന്ദി. ഗുഡ്, അങ്ങനെയാണോ? കണ്ടിന്യൂ, കീപ് അപ്പ് ദാറ്റ് വർക്ക്. ഇപ്പൊ ഞാൻ 9th ആയതുകൊണ്ട് ഇങ്ങനെ ഹിന്ദി ഇല്ല, ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഓപ്റ്റ് ചെയ്തോണ്ട് ഇപ്പൊ കുഴപ്പമില്ല. സൂപ്പർ ആയി. നമ്മളിപ്പോ മലയാളം ഇല്ല, ഹിന്ദിയും ഇല്ല. 12th 11th ഒന്നും ഇല്ലല്ലോ. സ്ട്രീം. ഓക്കെ, ശരി. എന്നാ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടന്നാലോ? അതെ. റീജ ദിലീപ് ഹായ് പറഞ്ഞിട്ടുണ്ട്. അനീറ്റ സംഗീത് ഹായ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ശ്രീജിഷ MK ആണ് നെക്സ്റ്റ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. റൗഡി ബേബി പാടാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ஏன் கோழி சோடாவே, ஏன் கறி குழம்பே, உன் குட்டி பப்பினா டேக் மீ. ஹே, என் சிலுக்கு சட்டை நீ வெயிட் கட்ட, லவ் சுட்ட டாக் மீ. ஏ மடிய மச்சா, நீ மனசு வச்சா நம்ம ஒரு சிகலாம், நெஞ்சு ஜிகு ஜிகுஜா. ஹே மை டியர் ராணி, என்று மிலவாணி, நம்ம ஒன்னா சேரா ஃபயர் பத்தி கிருச்சா. ரா நம்ம பீச்சு பக்கம் போத்தாம், ஒரு டப்பாங்குத்து வேஸ்தாம், நீ என்னோடைய ரவுடி பேபி. ரா, you're my only girlfriend, I'll give you pooch and we'll make us new trend baby. போத்தாம் வேஸ்தாம் ரவுடி பேபி. girlfriend, pooch and new trend baby. 1 + 1 2 mama, you plus me 3 mama. Body Jansi Rani, Yen Krishnaveni, I'll buy you pony, and the Uttukavani. Ye mandiravadi, nee kedika kedi, na unnalapadi, namasemma jodi. Rowdy baby, rowdy baby, rowdy baby, rowdy baby, rowdy 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 baby. Hey rowdy baby, hey rowdy baby, rowdy baby, rowdy 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 baby. അടിപൊളിയായിരുന്നു. നൈസ് കോംബോ. ഓക്കെ, സോ യെസ്, നിങ്ങളിപ്പോ ട്യൂഷൻസിനൊക്കെ പോവാറുണ്ടോ? ട്യൂഷൻസ് പോകുന്നില്ല. പോവാൻ പ്ലാൻ ഉണ്ടോ? അതെ, പ്ലാൻ ഉണ്ട്. അതെന്ത് പറ്റി? എല്ലാ 12th ഒക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ട്യൂഷനിലേക്ക് മീൻസ് ട്യൂഷൻസിനോ ഇങ്ങനെ എന്താ പറയാ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, അങ്ങനെ കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ എക്സാംസിനൊക്കെ ഭയങ്കര നന്നായി ട്രെയിനിങ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐ ആം പ്രിഫറിങ് ആൻഡ് ഐ സജസ്റ്റ് യു, ഐ ഗ്യാരണ്ടി ദിസ്, ഐ ആം ടെല്ലിംഗ് അസെൻഷ്യ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ യു ക്യാൻ ഗെറ്റ്. അതായത് CBSE, ISC, IGCSE, IB, അങ്ങനെ എല്ലാ സിലബസ് 6 to 12th grade എല്ലാവർക്കും ട്യൂഷൻസ്, ദാറ്റ് ഇസ് ടു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, ഹൈ ക്വാളിഫൈഡ് ആസ് വെൽ ആസ് very professional professors from India. They will be taking online classes as well as offline classes. അപ്പോൾ ബഹറിലുള്ളവർക്ക് മെയിൻ
ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ആൻഡ് ഒരു പ്രശ്നമില്ലാതെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്സ് മോർ ക്ലിയർ ആൻഡ് മോർ വിവിഡ്ലി. ആസ് വെൽ ആസ് ഫൗണ്ടേഷൻ കോച്ചിങ്ങും നടത്തുന്നുണ്ട് ഫോർ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ്, NTSC, ഒളിമ്പിയാഡ്സ് ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര സിമിലർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ ഭയങ്കര പ്രൊഫഷണൽ പ്രൊഫസേഴ്സ് ആണ് എടുക്കുന്നത്. സോ ഐ ഓൾസോ സജസ്റ്റ് ദിസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻസ് ഉണ്ടെങ്കിൽ ഫോർ യുവർ ഫ്യൂച്ചർ, ബിക്കോസ് എയിംസ്, IIT ആൻഡ് IITs, NIT, VITs അങ്ങനെ കുറെ എന്താ പറയാ വെരി പ്രസ്റ്റീജിയസ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻസ് വളരെ ഈസിയായി കിട്ടാൻ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ because it's very transparent classes, that too more lively interactions are also there. So I am really telling Essentia International Educational Solutions is the best solution. Okay, so നമുക്ക് അടുത്ത സോങ്ങിലേക്ക് കടക്കും മുമ്പ് ലെറ്റ്സ് ഹിയർ അബൌട്ട് യു. ഫാമിലിനെ പറ്റി നമുക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടുകാരൊക്കെ പരിചയപ്പെടുത്തി തരാമോ? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛന്റെ പേര് ബിജു ഹരിദാസ്, അമ്മയുടെ പേര് മൂവിന ബിജു. അമ്മ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്, വീഡിയോ എഡിറ്റർ. അച്ഛൻ ലോജിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഓപ്പറേഷൻ മാനേജറായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് കേക്കട്ടെ? ഞാൻ ഡാൻസ് കളിക്കും, ചിലപ്പോ മിററിന്റെ മുകളിൽ നിന്നിട്ട് ഡാൻസ് കളിക്കും. ഭയങ്കര ഡാൻസ് ആണോ? അവൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇല്ല, പണ്ട് പോകാറുണ്ട്, പക്ഷെ ഇപ്പൊ പോകാറില്ല. എന്താ? പിന്നെ നിർത്തിയത്. ഓക്കെ, പിന്നെന്തൊക്കെയാണ് ഹോബീസ്? പാട്ട് പാടും. ഇപ്പൊ പാട്ട് പാടും. മുമ്പ് പാടിയിരുന്നില്ല? മുമ്പ് അങ്ങനെ പാട്ട് പാടും. ഓക്കെ, ചേച്ചിന്റെ? എനിക്ക് സിനിമ കാണുക, പാട്ട് പാടുക, സിനിമയാണ് മെയിൻ. ഓക്കെ, ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ മലയാളം മൂവീസ് മാത്രമാണോ കാണുന്നത് അതോ? അല്ല, തമിഴും കാണാറുണ്ട്, തെലുങ്കും ഒക്കെ. ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പൊ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള മൂവി? അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഇപ്പൊ വേറെ കൊറേ ഉണ്ടല്ലോ നമ്മൾക്ക്. എന്നാലും തട്ടത്തിന് മറിയത്ത് പ്രേമം, നിവിൻ പോളിയുടെ സിനിമയൊക്കെ ഭയങ്കര. നിവിൻ പോളിയാണ് ഫേവറേറ്റ്. നസ്രിയ, രജിഷ, കൊറേ ഉണ്ട് അങ്ങനെ. ഓക്കെ, ഇവിടെ ഗൗരി? ഞാൻ ആക്ട്രസ് പിന്നെ സായി പല്ലവിനെ എനിക്ക് ഇഷ്ടം. സായി പല്ലവിനെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ശരി, എന്നാൽ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. ഗിരീഷ് വർമ്മ ഒരു ഭയങ്കര ഇമോജി ഇട്ടിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. അങ്കിൾ ഷാരിക ഷോബത്ത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലിജോ കെ അലക്സ് ആണ് നെക്സ്റ്റ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ഒരു ഹിന്ദി സോങ് പാടാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആരാണ് പാടുന്നത്? ഓക്കെ, ചേച്ചി പാടിക്കും. ചേച്ചിക്ക് പാട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. वास्ते जा भी दूं मैं गवाई माँ भी दूं, किस्मतों का लिखा मोड़ दूं, बदले मैं तेरे जो खुदा खुद भी दे, जन्नते सच कहूँ छोड़ दूं, तुमसे ज्यादा मैं ना जानूं, तुमसे खुद को मैं पहचानूं, तुमको बस मैं अपना मानूं माहिया, तुमसे ज्यादा मैं ना जानूं, तुमसे खुद को मैं पहचानूं, तुमको बस मैं अपना मानूं माहिया, वास्ते जा भी दूं मैं गवाही माँ भी दूं, किस्मतों का लिखा मोड़ दूं, तेरे अलावा कोई भी ख्वाहिश नहीं है बाकी दिल में, कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मिलने, तेरे अलावा कोई भी ख्वाहिश नहीं है बाकी दिल में, कदम उठाऊं जहाँ भी जाऊं तुझी से जाऊं मिलने, तेरे लिए मेरा सफर, तेरे बिना मैं जाऊं किधर, तुमसे ज्यादा मैं ना जानूं, तुमसे खुद को मैं पहचानूं, तुमको बस मैं अपना मानूं माहिया, वास्ते जा भी दूं मैं गवाही माँ भी दूं, किस्मतों का लिखा मोड़ दूं.
താങ്ക് യു. Wow, really nice. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അംബിഷൻസിനെ പറ്റി അറിയാം. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ചേച്ചി ഫസ്റ്റ്. ഞാൻ പറയാം. ഗ്രാഫിക് ഡിസൈനർ ആണ്, ഓക്കെ. ആവാനാണ്. എന്താ ഗ്രാഫിക് ഡിസൈനിങ്ങിനോട് ആന്റി അതുപോലെ? അതെ അതെ, അതുമാത്രല്ല വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എവിടെങ്കിലും മീൻസ് സ്പെഷ്യൽ പ്ലേസ് പഠിക്കണമെന്നോ അതോ എനി കൺട്രി ദാറ്റ് അവിടെ പോയി അബ്രോഡ് പഠിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? തന്നെ പഠിക്കാനാണ് ആഗ്രഹം. ബഹ്റിൻ തന്നെ? അതെ. അപ്പൊ ഇവിടെ എവിടെയും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവെക്കണം. എങ്കില് ഇവിടെയാണ് ഇഷ്ടം തന്നെ പഠിക്കാൻ. ഓക്കെ. ആൻഡ് എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ് എന്താന്ന് ഏകദേശം ഐഡിയാസ് ഉണ്ടോ ക്ലിയർ ആയിട്ട്? ഹോട്ടൽ മാനേജ്മെന്റിൽ എന്തൊക്കെയാ സാധാരണ ചെയ്യാ? കുക്കിംഗ്. ഓക്കെ. ഹോട്ടൽ മാനേജ്മെന്റ് സെലക്ട് ചെയ്യാൻ എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല, ഫുഡ് ഇഷ്ടം അവൾക്ക്, കഴിക്കാനും. അത് മാത്രല്ല അവൾക്ക് എന്തിനൊക്കെ നമ്മളിപ്പം ഫ്ലേവേഴ്സ് ഒക്കെ ഇടില്ല ഓരോ, അതൊക്കെ അവൾക്ക് അറിയാം എന്താ അമ്മ ചെയ്യുന്നേ, അതൊക്കെ അവൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. അങ്ങനെ ഷെഫ് ആവാനാണോ ആഗ്രഹം? അതും ഇഷ്ടം, അത് കുക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തു. ഓക്കെ. ഇനി വലുതാകുമ്പോ മാറരുത്? ഇല്ല, മാറില്ല. ഓക്കെ. ആൻഡ് ഫുഡ്, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മീൻസ് പുറത്തുനിന്നാണോ? ഏത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? ബിരിയാണി. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണോ ഇഷ്ടം? അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടം. അതോ പുറത്തുനിന്ന് ഹോട്ടൽസിൽ നിന്ന് കിട്ടുന്നതോ? രണ്ടും ഇഷ്ടം. ഓക്കെ, ശരി. എന്നാ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. അതെ. അന്നിത് സംഗീത്, ഐ ഗെസ് ഇറ്റ് ഇസ് കറക്റ്റ്, ഐ ഹോപ്പ്. തേരി ഗലിയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റോങ് ആണെങ്കിൽ ഒന്ന് സോറി. ഓക്കെ, ഞാൻ പാടാം. यही डूबे दिन मेरे, यही होते हैं सवेरे, यही मरना और जीना, यही मंदिर और मदीना, तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां यूं ही तड़पावे, गलियां तेरी गलियां. आ, 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 तू मेरी नींदों में सोता है, तू मेरे अश्कों में रोता है, सरगोशी सी है ख्यालों में, तू ना हो फिर भी तू होता है सिला, तू मेरी दर्द का, मेरे दिल की दुआएं हैं, तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां यूं ही तड़पावे, गलियां तेरी गलियां. Thank you. Wow, really nice. Okay, so നാടാണ് ഇഷ്ടം? നാട്ടിൽ എവിടെയാ ഫസ്റ്റ്? നാട്ടിൽ നമ്മൾ കണ്ണൂരാണ്, കണ്ണൂർ തലശ്ശേരി. കണ്ണൂർ തലശ്ശേരി. ഓക്കെ. അപ്പൊ നാടാണ് ഇഷ്ടം, ബഹ്റിനാണ് ഇഷ്ടം? എനിക്ക് നാടാണ് ഇഷ്ടം. നാടാണ് ഇഷ്ടം. ചേച്ചിക്കോ? അങ്ങനെ വെച്ചാൽ രണ്ടും ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാ നാട് ഇഷ്ടം? നാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വെറുതെ ഇഷ്ടോ? നാട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്. നാട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ നമ്മളെ മേമ,
നാട്ടിലെന്താ ഇഷ്ടം എന്ന് ചോദിച്ചു. ഇഷ്ടം ബീച്ച് അങ്ങനത്തെ അല്ലേ? ഇവിടെ ബീച്ച് ഉണ്ടല്ലോ, പക്ഷെ തിരമാലില്ല, വേവ്സ് ഇല്ല. പക്ഷെ എന്നാലും നാട്ടില് പിന്നെ വെക്കേഷനിലേ പോവും, അപ്പൊ പിന്നെ പഠിക്കൊന്നും വേണ്ടല്ലോ അത്ര. ഓ ഓക്കെ, അങ്ങനെ. ഓക്കെ, അതുകൊണ്ടാണ് നാടിഷ്ടം. വേറെ കാരണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ ഫ്ലാറ്റ് ഒക്കെ അല്ലേ, അപ്പൊ നാട്ടിലാകുമ്പോ പിന്നെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് എന്താ രണ്ടും ഇങ്ങനെ നാടും ഇഷ്ടമാണ്. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്താ കാരണം? മീൻസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം? ഇവിടെ അങ്ങനെ എന്തോ അങ്ങനെ ഇഷ്ടം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അമ്മ എല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ളത്, അപ്പം പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ. ഹോസ്റ്റലിൽ പോവാനൊന്നും ഇഷ്ടമല്ല അല്ലേ? ഓക്കെ, സോ യെസ്, ഗിരീഷ് ശർമ്മ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജബിൻ അങ്കിൾ ഹായ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. Hi. ജസ്റ്റിൻ കുറെ ഇമോജീസ് ഇട്ടിട്ടുണ്ട്. ഗീത സുശീലൻ പൊളിയാണ് കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിന് ഇമോജി ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. യെസ്, അജിത് കുമാർ അങ്കിൾ ബെസ്റ്റ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുറെ റിക്വസ്റ്റ് ഉണ്ട്, അപ്പൊ ഞാൻ കുറെ കൂടി താഴെ പോയ പിന്നെ അത് മിസ്സായിപ്പോ, അതുകൊണ്ട് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് വിനോജ് ഷിൻസി താരാപദം ചേതോഹരം പാടാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരാണ് പാടുന്നത്? അത് ഡുവറ്റ് ആണ്. ഓക്കെ. സുഗതമീ നാളിൽ ലലലലലല പ്രണയ ശലഭങ്ങൾ ലലലലലല അണയുമോ രാഗദൂതുമായി. സുഗതമീ നാളിൽ ലലലലലല പ്രണയ ശലഭങ്ങൾ ലലലലലല അണയുമോ രാഗദൂതുമായി. വർണ്ണദീപ ശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. താങ്ക് യു. സോ മ്യൂസിക് ആദ്യം പഠിക്കണം എന്നാരാ പറഞ്ഞ? അത് ഞാനാ പറഞ്ഞത്. ചേച്ചിക്ക് താല്പര്യം അതെ, തോന്നി അതെ. പാട്ട് പഠിക്കാൻ, ആൻഡ് അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ ഗൗരി എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു രണ്ടാളും പഠിച്ചോ നല്ലതല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗൗരിക്ക് പാട്ട് പഠിക്കണം എന്ന് മീൻസ് ഭയങ്കര ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. എങ്ങനെ? കുറച്ച് ഇൻട്രസ്റ്റ്. പിന്നെ ഞാനും പറയാന്നായപ്പോ അവളും പറഞ്ഞു ഓക്കെ ഞാനും വരാം. ഓക്കെ, എങ്ങനെയുണ്ട് പാട്ട് പഠിക്കുന്നത്? മീൻസ് ക്ലാസിക്കൽ എങ്ങനെയാണ്? ഹാർഡാണോ ഈസി ആണോ? ഈസിയാണ്. അപ്പൊ ക്ലാസിക്കൽ ആണോ ഇങ്ങനെ സിനിമാറ്റിക് ആണോ? മീൻസ് സിനിമ സോങ്സ് ഒക്കെ ആണോ ഇഷ്ടം? ഏതാണ് ഇഷ്ടം? സോങ്സ്. അത് സിനിമ സോങ്സ് ആണ്, സിനിമ സോങ്സ് ആണ്, പക്ഷെ അതും ഇഷ്ടമാണ്. അതും ഇഷ്ടമാണ്. ഓക്കെ, ആൻഡ് യെസ്, നെക്സ്റ്റ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്? ഇല്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? വയലിനൊക്കെ പഠിക്കാൻ. വയലിൻ ഭയങ്കര ഹാർഡ്. ഓക്കെ, അത് നല്ല രസമല്ലേ കേൾക്കാൻ വയലിന്റെ. ഓക്കെ, ഇവിടെ സെയിം ഒപ്പീനിയൻ ആണോ? അല്ല, ചേച്ചി മാത്രം. ഞാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാ, വയലിൻ പറഞ്ഞതാ. ഓക്കെ, ഗൗരിക്ക് എന്ത് ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്നാണ് ആഗ്രഹം? ഡ്രം. തബല. തബല. ഡ്രം ആണോ തബലയാണോ? തബലയാണ് ഇഷ്ടം. എന്നാ ഒരു വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കാണ്, ഇഫ് ഒരു സപ്പോസ് ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെന്റ് ആവണം, വേറൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ആവണം, ഏത് ഇൻസ്ട്രുമെന്റ് ആവും? വയലിൻ. ഞാൻ തബല. നേരത്തെ ഞാൻ ഈ ചോദ്യം അച്ഛനോട് ചോദിച്ചിട്ടാകുമ്പോ അച്ഛൻ പറഞ്ഞു ചെണ്ടയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാനൊരു ചെണ്ടന്റെ ഫോമ എന്നെ കൊട്ടി എല്ലാരും അങ്ങനെ. അപ്പൊ തബല എന്താ ഇഷ്ടം? തബല ഞാനിങ്ങനെ ടേബിൾ മുട്ടി കളിക്കുമ്പോ അല്ല, ഗൗരിയാണ് തബലയിലേക്ക് ട്രാൻസ്ഫോം ആവാൻ പോകുന്നത്. അപ്പൊ ഗൗരീനല്ലേ മുട്ട അല്ലേ?
നിന്നെയാണ് അപ്പൊ തബല തന്നെയാണോ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഗിറ്റാർ, അല്ലെങ്കിൽ ഗിറ്റാർ മതി. അതാണ് പിയാനോ. ഓക്കെ. ആൻഡ് ചേച്ചി? വയലിൻ മതി. വയലിൻ തന്നെ മതി. ഓക്കെ. യെസ്. നെക്സ്റ്റ്, ആരാണ് യുവർ ഇൻസ്പയർഡ് പേഴ്സൺ? അത് എനി റോൾ മോഡൽ പോലെ ഇൻസ്പിറേഷൻ ആരാണ്? അങ്ങനെ ഇൻസ്പിറേഷൻ അമ്മയാണ്. ഏതെങ്കിലും ഒരു സിംഗർ? പാട്ടിലാണ് ഉദ്ദേശിക്കുന്നത്? പാട്ട്. ബാലഭാസ്കറോ? ഇൻസ്പിറേഷന് നിങ്ങൾ ഇതിനെപ്പറ്റി മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ല? അങ്ങനല്ല. യു സീ എ പേഴ്സൺ ആൻഡ് യു ഗെറ്റ് ഇൻസ്പയർഡ്. ആ ഒരു പാട്ടിനെ പറ്റില്ലേ ചോദിച്ചത്? പാട്ടായതുകൊണ്ട് വിൽ ടോക്ക് അബൌട്ട് ദിസ്. അങ്ങനെ ചോദിച്ചാ ഷാൻ റഹ്മാന്റെ മ്യൂസിക് ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്. ഗൗരി? ചേച്ചിന്റെ സെയിം ഒപ്പീനിയൻസ് ആണോ ഗൗരിക്ക്? ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. മോനിഷ ജിതേഷ് ആണ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ആരാധിക്കെ ഫ്രം ഫിലിം അംബ്ലി. പ്ലീസ് സിംഗ് ബിയസ്. അത് ഡുവറ്റാണ്. ഓക്കെ. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മിഴിനീരു പെയ്ത മാരിയിൽ കിടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊന്തിരി. മനം പകുത്തു നൽകിടാം, കുറുമ്പ് കൊണ്ട് മൂടിടാം, അടുത്തു വന്നിടാം, കുതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം. ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ. ആരാധിക്കേ മഞ്ഞു തീരം വഴി അരികെ. റിയലി നൈസ്. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്ന ചോക്ലേറ്റ്സിനോടും മെയിൻലി ഇവിടെ വരുന്ന ഗസ്റ്റിനോടും ഒക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, റേഡിയോ റങ്ങിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തായിരുന്നോ? ഇല്ല. സത്യമായിട്ടും. അപ്പൊ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലേ അതിന്? നമ്മളറിഞ്ഞില്ല, സോറി. ഞാനിവിടെ എല്ലാ ആഴ്ചയും പറയുന്നതാ. ഓക്കെ. സോ ഇതുവരെ നമ്മുടെ ഓഡിയൻസിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ, സോ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി റേഡിയോ റങ് എന്ന് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് iOS യൂസേഴ്സിന് ഇന്റർനെറ്റിൽ പോയി www.radiorang എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സോ എന്തായാലും ചെയ്യും. യെസ്, നമ്മുടെ ആപ്ലിക്കേഷനിൽ ആക്ച്വലി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോങ്സ്, സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ റേഡിയോ ഉണ്ടാവല്ലോ, സോങ്സ് ഇടക്കും പരിപാടിയോ ന്യൂസ് അങ്ങനെ ഒരു മിക്സ് മാഷ്, അതിന്റെ ഒരു മോഡേൺ ഫോം. ഓക്കെ. അങ്ങനെയാണ്. അതായത് ഫോണിലും എവിടെ ഇപ്പൊ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് യു ജസ്റ്റ് പ്ലേ ഇറ്റ് ആൻഡ് നമുക്ക് നമ്മുടെ പണി ചെയ്യാം. പാട്ടൊക്കെ വരുമ്പോ ഡാൻസ് ചെയ്തോണ്ടൊക്കെ കുക്ക് ചെയ്യാം, പരിപാടി വരുമ്പോ അതും ആസ്വദിക്കാം. അപ്പൊ ഡിഫറെന്റ്, അതേ ഒരു ട്രഡീഷണൽ സംഭവം ഒരു മോഡേൺ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ റേഡിയോ ഇഷ്ടപ്പെടും. കാറിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സാധാരണ റേഡിയോ കേൾക്കുന്ന പോലെ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്താൽ വെരി നൈസ്, ഒരു റിലാക്സേഷൻ ആവും. ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കൂൾ ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴത്തെ പാട്ട് ഏതാണ്?
പിന്നെ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ആപ്ലിക്കേഷനിൽ ന്യൂസ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് വെബ്സൈറ്റിലും ഇതേപോലെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയ ഒരുപാട് ഫീച്ചേഴ്സ് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. സോ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവർ വേഗം തന്നെ ചെയ്യുക. ആൻഡ് നമ്മുടെ റേഡിയോ രംഗിന്റെ FB പേജ്, ഇപ്പൊ നമ്മള് ലൈവ് പോകുന്ന നമ്മുടെ FB പേജിലാണത്. FB പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവരും ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരും ഉടൻ തന്നെ അത് ചെയ്യുക. നിങ്ങൾ ചെയ്തോ അത്? ഫോളോ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. എന്തായാലും ചെയ്യും. ഓക്കെ. ആൻഡ് യെസ്, നാളെ ഇതേപോലെ വൈകിട്ട് 7 മണിക്ക് വി ഹാവ് എ സർപ്രൈസ് പ്രോഗ്രാം. സർപ്രൈസ്, ഞാൻ ഇന്ന് എന്താണ് പ്രോഗ്രാം, ഒരു ബേസിക് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാം. ആക്ച്വലി നമ്മൾ സാധാരണ പറയാറില്ലേ, ഓ എനിക്ക് ആ മൂണിനെ ഒന്ന് പിടിച്ചുതരാം, അമ്പിളിമാമനെ ഒന്ന് പിടിച്ചു തരാമോന്ന്. മൂവീസിലും കാർട്ടൂൺസിലൊക്കെ പറയാറില്ല, അതൊന്ന് പിടിച്ചു തരാം അച്ഛനോടോ അമ്മയോടോ ചോദിക്കാറില്ലേ. അപ്പൊ പിടിച്ചു തരാം, അപ്പൊ നീ ഇപ്പൊ ഇത് കഴിക്കും, ഞാൻ ഇപ്പൊ പിടിച്ചു തരാം. പക്ഷെ അങ്ങനെ ശരിക്കും ജീവിതത്തിൽ ഒരച്ഛൻ ഒരു മകന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. അമ്പിളിമാമനെ ആ അച്ഛൻ എങ്ങനെ പിടിച്ചു കൊടുത്തത്, അതിനെപ്പറ്റി വി ഗെറ്റ് ടു നോ ഇറ്റ് ടുമോറോ ലൈവ് അറ്റ് 7 PM in our FB page. So വേഗം തന്നെ നാളെ നോട്ടിഫിക്കേഷൻ അടിക്കുമ്പോൾ തന്നെ ഓടി വന്ന് നമ്മുടെ FB പേജ് സന്ദർശിക്കുക. ആൻഡ് വിൽ ബി presenting you that show. So stay tuned to Radio Rang. അതുപോലെ തന്നെ സാറ്റർഡേസിലും we have different programs. സൺഡേസിലും പ്രോഗ്രാം ഉണ്ട്. ട്യൂസ്ഡേ വെനസ്ഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും different kinds of programs ഉണ്ട്. We have entertainment programs, edutainment programs, infotainment programs, humor programs, അങ്ങനെ different programs ഉണ്ട്. And of course നമ്മുടെ ചോക്ലേറ്റ് എല്ലാ തേഴ്സ്ഡേ, എല്ലാ വീക്കിൽ എല്ലാ തേഴ്സ്ഡേ കൃത്യം 7 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു റേഡിയോ റങ്ക് ഫോർ മോർ ഓഫ് ദിസ് എന്റർടൈൻമെന്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് കടന്നാലോ? അതെ, നെക്സ്റ്റ് സോങ് അഞ്ജു ജോസഫ് ആണ്. ഹായ് പൊൻവീണെ പാടാമോ, ഫ്രം മൂവി താളവട്ടം. ഓക്കെ. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ധൂതും പേരി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ ദളം പോലെ ഹരിയ വിരുദ ഹരിയിൽ. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. നെക്സ്റ്റ്, ഇപ്പൊ നിങ്ങൾ സിംഗേഴ്സ് ആണല്ലോ, പാട്ട് പാടുന്ന രണ്ട് പേഴ്സണാലിറ്റീസ്. ഈ സിംഗിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ലീസ്റ്റ് ഫേവറേറ്റ് പാർട്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പാട്ട് പാടുന്നതിലോ പാട്ട് പഠിക്കുന്നതിലോ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു എന്താ പറയാ, ഒരു what do we say, അതായത് ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ പാട്ട് പഠിക്കാൻ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ദേ ലൈക്ക് സിംഗിങ്. പക്ഷെ പാട്ട് നമ്മൾ ഓരോ അതിന്റെ ഹൗസ് ഇറ്റ് കമ്പോസ്ഡ് അതൊക്കെ നമ്മൾ വൃത്തിയിലിരുന്ന് പഠിക്കണ്ടേ. ഓ, അങ്ങനെ ഏത് പാർട്ടാണ് ഇഷ്ടപ്പെടാത്തത്? അതായത് അങ്ങനെ പറഞ്ഞാല് അധികം ബേസിൽ പോവാൻ പറ്റില്ല, അങ്ങനൊക്കെ. ഓക്കെ, ഗൗരി? ഹൈ പിച്ച് കുറച്ചതാണ്. ഓക്കെ, ആൻഡ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ബീയിങ് എ സിംഗർ? അത് എപ്പോഴും നമ്മളിങ്ങനെ ഈസി വേർഡ്സ് അല്ല, അങ്ങനെയല്ല, എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ പാട്ട് പഠിക്കുന്നതുകൊണ്ട്. ഇങ്ങനെ എവിടെ ഇങ്ങനെ നടന്നാലും ഇങ്ങനെ ആ ഒരു മൂളല് വരുമല്ലോ, അങ്ങനെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ, ഓക്കെ, ഇറ്റ്സ് എ ക്വിക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗൗരിനോട് ആദ്യം ചോദിക്കാം. ഓക്കെ, ഗൗരി സാധാരണ ചേച്ചി പറഞ്ഞ കോപ്പി അടിച്ച് പറയുന്നതാണ്. ഗൗരി, ഓക്കെ, ഗൗരിയുടെ ഇപ്പൊ ഫുൾ ഇതുവരെയുള്ള ജീവിതം ഇപ്പൊ ഒരു മൂവി അല്ലെങ്കിൽ ഒരു നോവൽ ആക്കുന്നെന്ന് വിചാരിക്കാം.
ഒരു മൂവി നോവല. ഒരു എന്താ പറയാ ബയോഗ്രഫി ആക്കുന്നു. ഓക്കെ, അതിന് എന്ത് പേരിടും? അപ്പം മനസ്സിൽ തോന്നുന്ന പേരിടുന്നു. ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നത്? അങ്ങനെ ആ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് നിന്റെ ജീവിത സ്ക്രിപ്റ്റ്. എന്റെ ജീവിത സ്ക്രിപ്റ്റോ അങ്ങനെ ചോദിച്ചാ കുറുമ്പുകൾ നിട അല്ലേ? അത് ശരിയായിരിക്കും. ചേച്ചിയാണെങ്കിലോ? ഞാനാണെങ്കില് ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു പേരിടേണ്ടി വരും. ഒരു ഓക്കെ. അപ്പൊ ഇവിടെ ടോക്കറ്റീവ് കൂടുതൽ ഗൗരിയാണ്. ടോക്കറ്റീവ് മാത്രമല്ല, അവള് നല്ലോണം മിണ്ടാത്ത പൈങ്കിളി. ഭയങ്കര ഡിഫറെന്റ് പേരായിരുന്നു. ഓക്കെ, ആൻഡ് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത്? എനി മ്യൂസിക് സ്റ്റൈൽ ദാറ്റ് യു ഡോണ്ട് ലൈക്ക്? മ്യൂസിക് സ്റ്റൈലാ? ഇംഗ്ലീഷ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഗൗരിക്ക് ഇഷ്ടം? എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ട, കന്നഡ. കന്നഡയിലത്തെ സോങ് ഉണ്ട് ഇപ്പൊ കയ്യില്? ഇല്ല, കന്നഡ എനിക്കറിയാൻ പോലും ഇല്ല. പിന്നെന്താ കന്നഡ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? മ്യൂസിക് സ്റ്റൈൽ എന്ന് വെച്ചാൽ മീൻസ് റാപ്പോ അങ്ങനെ ഫാസ്റ്റ്, സ്ലോ, സാഡ്, ഹാപ്പി? മെലഡി അവൾക്ക് അത്ര ഇഷ്ടമല്ല. അവൾക്ക് അങ്ങനത്തെ റാപ്പ് അങ്ങനത്തെ ഇഷ്ടമുള്ളൂ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് റിക്വസ്റ്റ് ഒരു ഡിഫറെന്റ് അല്ല, സോറി, മോഹനൻ അങ്കിൾ. ഹായ് മോൾ, അടിച്ചു പൊളിച്ചു, കവിത, കാവ്യ, മൈ ഹാർട്ട്, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ജബിൻ അങ്കിൾ, പ്ലീസ് സിംഗ് ദ സോങ് തേരെ ഗലിയ ഫ്രം ദ മൂവി ഏക് വില്ലൻ. ആക്ച്വലി അത് പാടിയിരുന്നു. അങ്കിൾ ലേറ്റ് ആയിട്ടാണ് വന്നത്, ഞങ്ങൾക്ക് മനസ്സിലായി. ഐ എം റിയലി ഡിസപ്പോയിന്റഡ്. പക്ഷെ അങ്കിൾ അടുത്ത പ്രാവശ്യം കൃത്യം 7 മണിക്ക് അങ്കിൾ എത്തണം. അങ്കിൾക്ക് വേണ്ടി വേറെ പാട്ട് ഗൗരി പാടും. ഹിന്ദി തന്നെ പാടാം വേറെ. ഓക്കെ. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. प्यार की गलियां, बाहों की कलियां, सब रंग रलियां पूछ रही है. प्यार की गलियां, बाहों की गलियां, सब रंग रलियां पूछ रही है. गीत पंगत पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया, चलिया आप चलिया, चलिया तू चलिया. Thank you. വാവ്, റിയലി അതൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? ഓക്കെ, സോ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? ഓക്കെ, സോ യു ആർ വാച്ചിങ് റേഡിയോ രംഗ് presenting Essentia International Educational Solutions, chocolate supported by Ahmed Baid Electricals. ഒരു ഷോർട്ട് ചോക്ലേറ്റി ബ്രേക്ക്. Essentia International Educational Solutions, live online and offline coaching institute, an organization run by experts having more than 20 years experience, providing coaching for CBSE, ISC and state board exams, JEE Mains and Advanced, NEET medical entrance coaching, school tuitions and foundation coaching for students from classes 6 to 12. transparent and neatly structured classes in live, online and offline modes, comprehensive coverage of NCERT topics in detail, excellent study materials written by experts, Discussion of 25 years previous board exam questions and engineering and medical entrance exam questions. intensive training and smart techniques to solve problems quickly, weekly objective and descriptive test papers. Regular feedback and individual doubt clearing sessions. Essentia International Educational Solutions, instilling quality, empowering confidence.
Ascensia International Educational Solutions, Live online and offline coaching institute, an organization run by experts having more than 20 years experience. providing coaching for CBSE, ISE and state board exams, JEE Mains and Advanced, NEET medical entrance coaching, School tuitions and foundation coaching for students from classes 6 to 12. transparent and neatly structured classes in live, online and offline modes. Comprehensive coverage of NCERT topics in detail. Excellent study materials written by experts. Discussion of 25 years previous board exam questions and engineering and medical entrance exam questions. Intensive training and smart techniques to solve problems quickly. Weekly objective and descriptive test papers. Regular feedback and individual doubt clearing sessions. Ascensia International Educational Solutions. Instilling quality, empowering confidence. Hello, welcome back. You are watching Radio Rang presenting Ascensia Educational International Solutions Chocolate, supported by Ahmad Baid Electricals. And here with me, Gayatri Biju and Gauri Biju. Okay, അപ്പോൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വളരെ എന്താ പറയുക എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അടുത്ത റിക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഹിന്ദി സോങ്സിനോട് ആരാധനയുള്ള കുറെ പേരാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സോങ് മുകേഷ് അങ്കിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിക്വസ്റ്റിലേക്ക് കടന്നാലോ? യെസ്, ഏതാണ് ഹിന്ദി സോങ് പാടുന്നത്? ഇനി ആരാണ് പാടുന്നത്? ഞാൻ പാടാം. ഓക്കെ, तू आता है. तू आता है सीने में जब जब सांसें भरती हूँ, तेरे दिल की गलियों से मैं हर रोज गुजरती हूँ. हवा के जैसे चलता है तू, मेरे जैसे उड़ती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. हाँ हाँ हाँ. मेरी नजर का सफर तुझ पे ही आके रुके, कहने को बाकी है क्या, कहना था जो कह चुके. मेरी निगाह ही है तेरी निगाहों की, तुझे खबर क्या बेखबर. मैं तुझसे ही चुप चुप कर तेरी आगे पढ़ती हूँ. कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ. हाँ 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 हाँ. Thank you. Really beautiful. Next, Anu Andy. Hi Andy. Krishna, very good presentation എന്ന് പറഞ്ഞ 2 ഇമോജി ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡി. താങ്ക് യു ഓൾസോ ഫോർ വാച്ചിങ്. ശ്രീജിത്ത് അങ്കിൾ ക്യാൻ യു സിംഗ് വാസത്തെ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്കിൾ ഷഫാഖ് അങ്കിൾ എഗെയിൻ എക്സ്പെക്ടിങ് ഹിന്ദി സോങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഹിന്ദി സോങ് കയ്യിലുണ്ടോ? എന്നാ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, രേഷ്മാൻഡി കുറെ ഹാർട്ടിന്റെ ഇമോജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പ്രശോ പി വി, ഹായ് ഗായു ഗൗരി, നൈസ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീല ആന്റി എത്തിയിട്ടുണ്ട്. ഹായ് ആന്റി. ആന്റി ഭയങ്കര ഒരു
ഫാനാ നമ്മുടെ ഷോയിന്റെ. Okay. സോ ആൻഡി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. റിയലി താങ്ക് യു. ഗുഡ് എന്ന് പറഞ്ഞിട്ട് കുറെ ഇമോജീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദി ആർട്സ് എത്തിയിട്ടുണ്ട്. ശോഭിത് TP സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിജോ കെ അലക്സ് നേരത്തെ സോങ്ങിന് താങ്ക് യു അറിയിച്ചിട്ടുണ്ട്. പ്രശോ PV റിക്വസ്റ്റ് ഫ്രം അദ്യ വി പ്രശോ ബാംഗ്ലൂർ ഫോർ എ ഇംഗ്ലീഷ് ട്രാക്ക്. മനസ്സിലായോ? ഇംഗ്ലീഷ് സോങ് പാടാം ആണോ? ഓക്കെ. യെസ് കറക്റ്റ്. അവർ ബാംഗ്ലൂരിലാണോ? അതെ. ഓക്കെ. അപ്പൊ ഒരു ഇംഗ്ലീഷ് ട്രാക്കിനാണ് ആവശ്യപ്പെട്ടത്. ഇംഗ്ലീഷ് സോങ് കഴിഞ്ഞു പോയില്ലേ? ഒരേ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ, നമ്മുടെ ഇംഗ്ലീഷ് ഫാനിന് ഉണ്ടാവണല്ലോ കുറച്ച്. എവറി നൈറ്റ് അറിയാം. എവറി അറിയുന്ന 2 ലൈൻ പാടിയാൽ മതി. 2 ലൈൻ മതി. ട്രൈ. പ്രശ്നമൊന്നുമില്ല. ഒരു പാവങ്ങളാ. Every night in my dreams I see you, I dream you. ട്രൈ ആയിരുന്നു ശരിക്കും. റിയലി ഇറ്റ് വാസ് നൈസ്. അപ്പൊ ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോ ഫുൾ കംപ്ലീറ്റ് ആയി പഠിച്ചിട്ട് പാടിത്തരാൻ വരണേ. ഓക്കെ. സോ ശ്രീജിത്ത് അങ്കിൾ വേറൊരു സോങ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻ യു സിംഗ് ഉന്നാലെ എന്നാലും. യെസ്. ഞാൻ പാടാതെ. உன்னாலே என்னாலும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூஞ்சில் சேருதே, உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்களோரம் நீர் துளி, உன் மார்பில் சாய்ந்து சாக தோன்றுதே. ஓ ஓ உன்னாலே என்னாலும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூஞ்சில் சேருதே. ಉಭಯಕುಶಲ ಚಿರಜೀವನ ಪ್ರಸುದ ಬರಿದ ಮಂಜುಳತರ ಶೃಂಗಾರೇ ಸಂಜಾರೇ, ಅದರ ರುಜಿದ ಮಧುರಿದ ಬಗಸುದನ ಕನಗ ಪ್ರಶಮ ನಿರಿದ ಬಾಂಧವೇ, ಮಾಂಗಲ್ಯೇ ಮಮ ತಮ ಸದಿ ಸಮದ ಸಶುಗ ಮುಖಮನ ಸುಗ ಸುಮನಲೈವ ಶುಶುದ ಸಹಿತ ಕಾಮಂ ವಿರಹರಹಿತ ಭಾವಂ ആനന്ദ ഭോഗം ജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാച സിദ്ധ്യം കാമയി. വെരി നൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് യെസ്. അയ്യോ മോഹനൻ അങ്കിളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല സോറി, കവിത മോഹനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലീസ് സിംഗ് മഞ്ഞു മഴക്കാറ്റിൽ. കറക്റ്റ് ആണ്. അതെ അതെ. ഈ സോങ് ഏത് ഫിലിമിലത്തെയാ? അത് ആദരൻ ആഗതം ദിലീപിന്റെ ഒരു സിനിമ. ഓക്കെ. ഷഫാഖ് അങ്കിൾ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. യു ബോത്ത് ആർ ബോൺ വിത്ത് എക്സലന്റ് ടാലന്റ്സ്, സൂപ്പർ വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ദിവ്യ ആന്റി എത്തിയിട്ടുണ്ട്. ദിവ്യ ആന്റിന്റെ മെസ്സേജിലേക്ക് വരാം. പാടിക്കോ. മഞ്ഞുമഴക്കാറ്റിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ, ഓഹോ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞുമല്ലേ അവരെങ്ങും പറന്നിറങ്ങും, ചെമ്മരിയാടുള്ള മാലഞ്ചെരുവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമുരുകും ചെല്ല മനമുറങ്ങും തളിപ്പിളി താരാട്ട്. നെക്സ്റ്റ് നമുക്ക് ദിവ്യാന്റി 2 ഇമോജീസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ആൻഡ് ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, ശ്യാമസുന്ദര പാടുമോ എന്ന്. അപ്പൊ വേഗം പാടിക്കാം, ക്ലാസ് കേട്ടില്ല പാടിയില്ലെങ്കിൽ. ഓക്കെ. ശ്യാമസുന്ദര കിരകിദാര ഭൂമി ജനജീവിത ബലധാന്യ സമ്പന്ന ഭൂമി,
ಇದು ಶ್ಯಾಮ ಸುಂದರ ಕಿರಕಿದಾರ ಭೂಮಿ മാനവർക്കു സമത നൽകിയ മാവേലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കിരകിദാര ഭൂമി താളമേളവാദ്യനാദം സാഹിതേയം പുകിലഗീതം വിവിധ ജാതി മതവംശജ സഹജരേ പൊലുന്നായി നവയുഗത്തിൻ പൊൻപതിരുകൾ വിളയിച്ചിടും ഭൂമി ശ്യാമസുന്ദര കിരകിദാര ഭൂമി. താങ്ക് യു. ലോബ് ജോസഫ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചോക്ലേറ്റ് ആയിരുന്നു. ഹായ്, നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ദിവ്യ ടീച്ചർ കുറെ ക്ലാപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഷഫാഖ് ഷൗക്കത്ത് ആരാധിക സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സോങ്ങിന്റെ ആണ്. മോനിഷ ജിതേഷ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീന പുരുഷോത്തമൻ കുറെ ഇമോജീസ് ഇട്ടിട്ടുണ്ട്. ലോബ് ജോസഫ് ലോബ് വേറെ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. പ്ലീസ് വൺ തമിഴ് സോങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യെസ്, തമിഴ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? തമിഴ്. ഓക്കെ, ഏതാണ് സോങ്? വസീകര. ഓക്കെ. வசீகர என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தா முன் ஜென்மங்களின் ஏக்கங்கள் தீரும். வசீகர என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறந்தா முன் ஜென்மங்களின் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். அடிமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம். குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்த கூட அன்பே மனமதையே தான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும். जरा जरा बहकता है महकता है आज तो मेरा मन बदन में प्यासी हूँ मुझे भर ले अपनी बाहों में. நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். താങ്ക് യു. റിയലി നൈസ്. റിക്വസ്റ്റ് എന്തായിരുന്നു? അത് പെട്ടെന്ന് അങ്ങനെ. ഓക്കെ, എനിവേ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ദിവ്യ ആൻറ്റി മോളൂട്ടി നിട്ടിട്ടുണ്ട്. ആൻറ്റി എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് പ്രോഗ്രാം. റീജ ദിലീപ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അദ്യാവി പ്രശോഭ് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്, ഇതിനു മുമ്പ് സ്റ്റേജസിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? അതെ, സ്കൂളിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഗ്രൂപ്പായിരുന്നു അത്, ഇൻഡിവിജ്വൽ പാടിയിട്ടില്ല. ഗ്രൂപ്പ് ആകുമ്പോ വെരി നൈസ്. ഫ്രണ്ട്സിന്റെ ഒപ്പം ആയിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് മുമ്പ് കോമ്പറ്റീഷനോ ഇല്ല, പ്രോഗ്രാം ഇല്ല, പാടിയിട്ടില്ല. ഇല്ല. ഗൗരി ഇല്ല. ഗൗരി ഉണ്ട്. നമ്മള് പാടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു പ്രോഗ്രാം. അതെ അതെ അതെ, പാട്രിയോട്ടിക് സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പായിരുന്നു അത്, ഇൻഡിവിജ്വൽ പാടിയിട്ടില്ല, ഗ്രൂപ്പ്. അത് ഞാൻ പറയും, സിംഗിൾ ആയിട്ട് പാടിയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. ഗോപകുമാർ നായർ, അയ്യോ അങ്കിളാന്ന് തോന്നുന്നു. ഓക്കെ, ഗോപൻ അങ്കിളാണ്. അറിയാ നെല്ലിന്റെ സോറി,
അത് മംഗ്ലീഷായി ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ സോങ് പാടുമോ എന്നാണ് പാടും അത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്കിൾ ഹായ്. ഹായ് ഹായ്. എവിടെയാണ്? ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചെറിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചെറിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. അക്കണ്ട ഇക്കണ്ട മേലത്തെ കുഞ്ഞിക്കണ്ട കണ്ടത്തിനോരത്ത് കൊണ്ടും കുത്തി ആയല ഈയല ചെമ്പല വിരിച്ചിട്ട് എണ്ണം കിടത്തിട്ട് പോയതല്ലേ. ആയല ഈയല ചെമ്പല വിരിച്ചിട്ട് എണ്ണം കിടത്തിട്ട് പോയതല്ലേ. ആരിയ നെല്ലിന്റെ ഓലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചെറിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. പാട്ടു കേട്ട് നീ ഉറങ്ങ്. Very beautiful. So this program is sponsored by Essentia International Educational Solutions. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓക്കെ. ആൻഡ് ഇപ്പൊ പുതിയതായി ഇതിന്റെ പ്രോഗ്രാമിന്റെ മീൻസ് ബിറ്റ്വീൻ വന്ന വ്യൂവേഴ്സിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസെൻഷ്യ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് ആക്ച്വലി എല്ലാ സിലബസ് എവറി ടൈപ്പ് CBSE ആണെങ്കിലും ICSE ആണെങ്കിലും IGCSE ആണെങ്കിലും IB അങ്ങനെ എല്ലാ തരത്തിലുള്ള സിലബസിനും 6 to 12th ഗ്രേഡ് വരെയുള്ള ക്ലാസ്സസിന് ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. ദാറ്റ് ടു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓൺലൈൻ ആകുമ്പോൾ അഡ്വാൻറ്റേജ് ആക്ച്വലി നാട്ടിലത്തെ ക്വാളിഫൈഡ് ഹൈലി പ്രൊഫഷണൽ ആൻഡ് ക്വാളിഫൈഡ് പ്രൊഫസേഴ്സ് ആയിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. ആൻഡ് ഈ ഓൺലൈനിലായതുകൊണ്ട് തന്നെ വെരി അഡ്വാൻറ്റേജ് ആണ്. അതായത് കുറെ കൺസെപ്റ്റ്സ് മീൻസ് കുറെ വീഡിയോസും ഇമേജസും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് മോർ ക്ലിയർ. റിയലി ഒരു ഓഫ്ലൈൻ റെഗുലർ ക്ലാസ്സിനെക്കാളും മോർ ബെറ്റർലി ടോപ്പിക്സും കൺസെപ്റ്റ്സും എക്സ്പ്ലെയിനും ക്ലിയർ ചെയ്യാനും പറ്റും. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വെരി ട്രാൻസ്പെറന്റ് ക്ലാസ്സസ് ആണ്. അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ കോച്ചിങ് നടത്തുന്നുണ്ട്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, NTSE, ഒളിമ്പിയാഡ്സ്, അതുപോലെ തന്നെ വേറെ ഭയങ്കര കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ സൂപ്പർ ട്രെയിനിങ്, ഒരുപാട് ട്രിക്സും ടു ആൻസർ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ വി ഹാവ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ്, ഡിഫറെന്റ് രീതിയിൽ ഓരോ ക്വസ്റ്റ്യനെയും ഒരുപാട് വർഷത്തെ എക്സാമിനേഷൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് എക്സാമിനേഷൻസ് നടക്കും. ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് ട്രെയിൻഡ് ഇൻ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് എ സബ്ജക്ട്. അപ്പോൾ മറക്കണ്ട പേര് അസെൻഷ്യ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ്. എയിംസിലോ IITസിലോ NITസിലോ BITസിലോ അങ്ങനെ വെരി പ്രസ്റ്റീജിയസ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അഡ്മിഷൻസ് അറ്റ് ദ ഏർലിയസ്റ്റ് കിട്ടാൻ ദീസ് ആർ വെരി ഹെൽപ്ഫുൾ. സോ മറക്കണ്ട അസെൻഷ്യ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസ് ആൻഡ് ദേ ആർ സ്പോൺസറിംഗ് ടുഡേസ് ചോക്ലേറ്റ്. യെസ്, നമുക്ക് അടുത്ത സോങ്ങിലേക്ക് കടക്കാം. അതെ, അടുത്തത് ഷീന പുരുഷോത്തമൻ. ഷീന ആന്റിയാണ് റിക്വസ്റ്റ് തന്നിരിക്കുന്നത്. ഇംഗം ഇംഗം തെലുഗു സോങ് പാടുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പാടാം. കവിത മോഹൻ ആന്റി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Thank ഷീന you. ആന്റി ഒരു വലിയൊരു സ്റ്റിക്കർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലോബ് ജോസഫ്, താങ്ക്സ്, യു ബോത്ത് സങ് വെൽ, നൈസ് പ്രസന്റേഷൻ കൃഷ്ണ എന്ന് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ലോബ്. പാടാം. ఇంకేం 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 కావాలి, చాలే ఇది చాలే, నీకే నువ్వి వచ్చి వలవే, ఇకపై తిరనాళే,
గుండెలేనో వేగం పెంచవే గుమ్మంలోకి హోళీ తెచ్చవే నువ్వు పక్కనుండే ఇందెనమోనే నాకొక్కో గండే ఒక్కో జన్మే మళ్ళీ పొట్టి చష్టం తాని ఇంకేం కావలే చాలే ఇది చాలే నీకే నువ్వి వచ్చి వలవే ఇకపై తీరనాళే ఊహలకు దొరగని సొగస ఊపిరిని వదలని గొలుసా నీకు ముడి పదినెడి తెలుసా మనసున ప్రతికోసా నీ ఎదుట నిలబడు చనువే వీసా అందగుని గగనపు కొనలే చూసా ఇంకేం కావలే చాలే ఇది చాలే నీకే నువ్వి వచ్చి వలవే ఇకపై తీరనాళే താങ്ക് യു. സോങ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ശോഭിത് ടി.പി. ആണ്. ജീവാംശമായി ഒന്ന് പാടാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ പാടാം. ഓക്കെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈരൻ തോമഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. റിയലി നൈസ്. ഷീരാൻഡി ഗുഡ് ഗോയിങ് എന്ന് ഇട്ടിട്ടുണ്ട് ആൻഡ് കുറെ ഹാർട്ട്സിന് ഇമോജീസ് ഇട്ടിട്ടുണ്ട്. ദിവ്യാൻഡി ഒരു വലിയ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. മോഹൻ അങ്കിൾ യെസ് കവിത മോഹൻ ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഗൗരി പറയൂ, ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സ്മൃതി എൻ്റെ ഒരു ഫോർത്ത് ലെവൽ ഫ്രണ്ടാണ് സ്മൃതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സോങ്ങിലേക്ക് കടക്കാം, എന്നിട്ട് സംസാരിക്കാം. സോറി, പറയുവാൻ ഇതാദ്യമായാണ്. ഞാൻ പാടാത്. പറയുവാനിതാദ്യമായി വരികൾമായി മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും തീരാതെയുള്ളിലിനീളമഞ്ഞിൻ ചൂട് നീരോടെ നിന്റെ ചിറകിനി തേവടും തൂവലേ നീയും ഞാനും പണ്ടേ പണ്ടേ പോകും വണ്ടും തേൻകണങ്ങൾ പിണങ്ങും നേരം പിന്നെയും പറയുവാനിതാദ്യമായി വരികൾമായി മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും. അപ്പോൾ നമുക്ക് എഗൈൻ ഫ്രണ്ട്സ്, നേരത്തെ ഒരു ചെറിയൊരു ടെക്നിക്കാലിറ്റി ഇഷ്യൂ കാരണമാണ് നേരത്തെ സോങ്ങിലേക്ക് കടന്നത്. കവിത മോഹൻ ആൻറ്റി ആയിരുന്നു ആ സോങ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫ്രണ്ട്സിനെ പറ്റി അറിയാം. ഗൗരി നേരത്തെ ഫ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? സ്മൃതി. സ്മൃതിനെ എത്ര കാലം പരിചയം?
ഫോർത്ത് മുതൽ. എന്തുകൊണ്ടാണ് സ്മൃതി ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയത്? നമ്മള് എപ്പോഴും ക്ലാസ്സില് ഒരേ ക്ലാസ്സല്ലേ? ക്ലാസ്സാണ്. ടീച്ചറിനെ വഴക്കൊക്കെ കിട്ടാറുണ്ടോ? ഭയങ്കര സംസാരമായിരിക്കും. ചില സമയത്ത് കിട്ടിയിട്ടുണ്ട്. കിട്ടും. ഓക്കെ. ആൻഡ് വേറെ ഫ്രണ്ട്സ് ഒക്കെ? വേറെ ഫ്രണ്ട്സ് ജാൻവി, പിന്നെ ആൻവിയ. ഓക്കെ. അപ്പൊ അവരും ഫോർത്തിൽ തന്നെയാണോ? അതെ, ഫോർത്ത്. ആൻവിയ ഫോർത്തിലാണ്. എല്ലാവരും ഫോർത്ത് ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ അവിടെ. ഓ ഓക്കെ. അപ്പൊ ഈ വർഷം ക്ലാസ്സിൽ ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇല്ലേ? ആരും പരിചയമില്ല? ഓൾ ന്യൂ ഫേസസ്. അതേ തോന്നുന്നു. അവള് പിന്നെ അങ്ങനെ ആരുമായിട്ടങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ മെല്ലനെ. ഓക്കെ. ആൻഡ് ചേച്ചിക്ക്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിത, ആദിത്യ, പിന്നെ ബൻശ്രീ. ഓക്കെ. അവർക്കൊക്കെ ഈ പരിപാടി ഷെയർ ചെയ്തിട്ടില്ലേ? അപ്പൊ അവർക്കൊക്കെ ഒരു ബിഗ് ഹായ്. സോ നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് റിക്വസ്റ്റ് ജിൻസി രണ്ടു താരാപദം ചേതോഹരമാണ് ആവശ്യപ്പെട്ടു. അത് നേരത്തെ സോങ് പാടിയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ചേച്ചി കുറെ നേരം പാടുന്ന പാവല്ലേ, നമുക്ക് ഗൗരിന്റെ ഒരു സോങ് കേട്ടാലോ? ഏതാണ് സോങ്? ഓക്കെ. ശോഭിത് TP സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബു VK 2 ഇമോജീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. യെസ്. ഷീന ആൻഡി ഒരു വലിയൊരു എന്താ പറയാ ക്ലാപ്പിന്റെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. മോനിഷ ജിതേഷ് എക്സലന്റ് പെർഫോമൻസ് ബോത്ത് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് കുറെ ഇമോജീസ് ഇട്ടിട്ടുണ്ട്. യെസ്. കിംകിമോ മാറിയോ? കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതിന്റെ കാന്താ. കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതിന്റെ കാന്താ. ഇമ്പമുള്ള തേൻമൊഴി നീ എന്ത് തരുന്നതില്ല. കിം 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 വരാത്തതിന്റെ മേ 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 മേ. 1 2 3 4 കിം 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 തോം തത്തിക്കുന്ന മേ 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 മേ. കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതിന്റെ കാന്താ. സൂപ്പർ വരുന്നു കേട്ടോ. ഇതെങ്ങനെ പഠിച്ചെടുത്തു? കുറെ ഡിഷ്ക്യൂ എന്തൊക്കെയുണ്ടായിരുന്നല്ലോ. ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ്. ഓക്കെ. സോ ഇപ്പൊ നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എൻഡിങ് ആയിട്ട് രണ്ടുപേരും ഡ്യുവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോങ് ഉണ്ടോ? അത് പാടിയതല്ലേ നമ്മള്? ഡുവറ്റ് ഉണ്ട്. കാറ്റുപോലെ വട്ടം വച്ച് കണ്ണിടയിൽ മുത്തം വെച്ച് ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന രോഹ രോഹ. ഞാവൽ പഴ കണ്ണിമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്. അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ്. നിക്കറ മൂളണ തത്തകളുണ്ട്, മുത്തുകളായവ ചൊല്ലണതെന്ത്? ഉത്തരമുണ്ട്, ഒത്തിരിയുണ്ട്, പ്രേമത്തിൻ തൊണ്ട് പ്രിയനേ, പ്രേമത്തിൻ തൊണ്ട്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. റിയലി ഗ്രേറ്റ്. എനിവേ താങ്ക് യു സോ മച്ച്. ഫുൾ ഈ ഒരു 1.5 മണിക്കൂറായില്ലേ റിയലി എന്റർടൈൻ ചെയ്തതിനും നല്ല അടിപൊളി സോങ്സുമായി വന്നതിനും. സോ ചേച്ചി, ഗായത്രി ചേച്ചി ആൻഡ് ഗൗരി, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അംബിഷൻസ് ഒക്കെ മേ യു അച്ചീവ് ദം ഓൾ. ഓക്കെ. ഇനി വീട്ടിൽ പോയിട്ട് എന്താണ് പ്ലാൻ? വെറുതെ റെസ്റ്റ്, നെർവസ്നെസ് ഒക്കെ ഇപ്പൊ ഏകദേശം ശരിയായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച്. ആസ് വെൽ ആസ് വി താങ്ക് അവർ സ്പോൺസേഴ്സ് Essentia International Educational Solutions as well as Ahmad Bayed Electricals for supporting us. And ഇവിടെ നമ്മുടെ ഡിയർ ഓഡിയൻസ് ഇപ്പോഴും കുറെ റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കുറെ അപ്രിസിയേഷൻസ്, കുറെ വിഷസ് അറിയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇന്ന് മാത്രമല്ല നാളെ ഉണ്ടാവണം. നാളെ മീൻസ് ത്രൂ ഔട്ട് ദ വീക്ക് ഉണ്ടാവണം. നാളെ നമുക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് പ്രോഗ്രാം ആണ്. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ മൂണിലെ അമ്പിളി മാമനെ എന്താ പറയാ പിടിച്ചു കൊടുത്ത ഒരു കുട്ടിക്ക്
തന്റെ കുട്ടിക്ക് പിടിച്ചു കൊടുത്ത ഒരു വ്യക്തിയെ നമുക്ക് നാളെ പരിചയപ്പെടാം. അതിനുവേണ്ടി റേഡിയോ റങ്ങിന്റെ FB പേജ് തുറന്നു വെച്ച് കൃത്യം 7 മണിക്ക് പ്രസന്റ് ആയിരിക്കണം നാളത്തെ പ്രോഗ്രാമിന്. സോ സ്റ്റേ ട്യൂൺ ടു റേഡിയോ റങ് ഫോർ മോർ ഇൻഫർമേഷൻസ്. ആൻഡ് യെസ്, ഇതേപോലെ സാറ്റർഡേയിലത്തെ പ്രോഗ്രാംസിനും സൺഡേ അങ്ങനെ ത്രൂ ഔട്ട് ദിസ് വീക്ക്, ഈ വീക്ക് മാത്രമല്ല ത്രൂ ഔട്ട് ടിൽ ദി എൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതേ സപ്പോർട്ട് തുടരണം. ഷീലാൻഡി വലിയൊരു തംസപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഷീലാൻഡി, താങ്ക് യു സോ മച്ച്. സോ ആൻഡ് വി താങ്ക് അവർ ടെക്നിക്കൽ സപ്പോർട്ട് ശ്രീഹരി. അവനും ഒരു ചോക്ലേറ്റ്, നമ്മുടെ ഏകദേശം എൻ്റെ ഒരു ട്വിൻ ബ്രദർ ആണ്. സോ ഹീ ഈസ് ഓൾസോ ദ പാർട്ട് of this program, so thanking him also in this opportunity. Yes, നമുക്ക് എന്നാലും wind up ചെയ്താലോ? Okay, so yes, tata, good night. Bye bye. This is VJ Krishna Good night. signing off live from Radio Rang studio. Good night, tata, see you, bye bye. Ascensia International Educational Solutions, Live online and offline coaching institute, an organization run by experts having more than 20 years experience. providing coaching for CBSE, ISE and state board exams, JEE Mains and Advanced, NEET medical entrance coaching, School tuitions and foundation coaching for students from classes 6 to 12. transparent and neatly structured classes in live, online and offline modes. Comprehensive coverage of NCERT topics in detail. Excellent study materials written by experts. Discussion of 25 years previous board exam questions and engineering and medical entrance exam questions. Intensive training and smart techniques to solve problems quickly. Weekly objective and descriptive test papers. Regular feedback and individual doubt clearing sessions. Ascensia International Educational Solutions, instilling quality, empowering confidence.